അവള് വ്യത്യസ്ത തരത്തിലുള്ള 70 ജോഡി വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, ആ വസ്ത്രത്തിനിടയിലൂടെ അവിടെ കണങ്കാലിന്റെ മജ്ജയെ കാണാൻ പറ്റും. സ്വർഗത്തിന്റെ ഡെഫിനിഷൻ എന്താ? മാല അതിന് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു കാതിനും കേട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഒരു മനസ്സുകൊണ്ടും വിഭാവനം ചെയ്യാൻ പറ്റാത്തത്, ഒരു മനസ്സിനും സങ്കല്പിക്കാൻ പറ്റാത്തത്. സ്വർഗത്തിലെ മണ്ണ് വൈറ്റ് മസ്കാണ്. അതേപോലെ അവിടുത്തെ ചരലുകൾ മുത്തുകളും പവിയങ്ങളുമാണ്. കുങ്കുമത്തിന്റെ മണ്ണ്. അവിടുത്തെ ബിൽഡിങ്ങുകള്, കൊട്ടാരങ്ങള്, അത് സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. സ്വർഗത്തിലൊരു മാർക്കറ്റ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? സൂക്കുൽ ഉജൂവ്. സൂക്കുൽ ഉജൂവ്. ഡ്രസ്സ് മാറുന്നത് പോലെ മുഖച്ഛായ മാറ്റാം. ഡ്രസ്സ് മാറുന്ന പോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുഖച്ഛായ, തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുഖച്ഛായ മാറ്റി വീട്ടിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? വീട്ടിൽ നമ്മളെ കയറ്റുമോ? വീട്ടുകാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഒരു സൂക്ക്, ഒരുപാട് ആളുകളെ ഫോട്ടോ, നമ്മൾ ഹൂറി എന്നൊക്കെ പറയുന്നത് പോലെ പുരുഷന്മാരുടെ സൗന്ദര്യമുള്ള ആണുങ്ങളുടെ ഫോട്ടോ. അപ്പൊ ആണുങ്ങൾ ചെന്നാൽ എന്താവും? ഒരുപാട് ഫോട്ടോകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. പൈസ കൊടുക്കണം. പൈസ എന്താണ്? ദിക്റാണ്. ഇത്ര സുബ്ഹാനല്ലാഹ്, അത്ര അൽഹംദുലില്ലാഹ് ദിക്ർ കൊടുത്ത് ഫോട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായി? ആ മുഖച്ചായത്തിലേക്ക് മുഖം മൂടി വെക്കല്ല കേട്ടോ, ആ മുഖച്ചായത്തിലേക്ക് എന്താണ്? നമ്മുടെ മുഖം മാറി. ആ സൂക്കുൽ ഉജൂ. അങ്ങാടിയിൽ വന്ന് വീട്ടിൽ പോയി, അങ്ങാടിയിൽ നിന്നൊരു കാറ്റ് തട്ടും. ആ കാറ്റോട് കൂടി സൗന്ദര്യം എന്താ? വർദ്ധിച്ചുകൊണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ കാഴ്ച എന്താണ്? അള്ളാനെ കാണലാണ്. ഒരു മനുഷ്യൻ അള്ളാനെ കണ്ടാൽ എന്താണ്? 50,000 വർഷം നിന്നു പോകും. പരിസരം മറന്നുകൊണ്ട്. അത്ഭുതമുള്ള എന്തെങ്കിലും കണ്ട മനുഷ്യൻ അന്തം വിട്ട് നോക്കിക്കൂലെ? എല്ലാം മറന്നിട്ട്. ഇതുപോലെ അള്ളാഹിന്റെ സൗന്ദര്യം കണ്ട് മനുഷ്യനെ 50,000 വർഷങ്ങൾ നിൽക്കും. അങ്ങനെ 50,000 വർഷം കഴിഞ്ഞാൽ കുറച്ച് പരിസരബോധം വരും. അപ്പൊ ഇയാൾക്ക് തോന്നും ആരോ തന്നെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു ഹുറി. ആ സ്ത്രീ പറയും, കഴിഞ്ഞ 50,000 വർഷമായി ഞാൻ നിങ്ങളെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന് നിമഗ്നായി പോയി നിങ്ങൾ ഇത് മറന്നുപോയി. സാറേ, ഈ അള്ളാഹുവിനെ നമ്മൾ 14 രാവിലെ ചന്ദ്രനെ പോലെ സ്വർഗത്തിൽ വെച്ച് കാണും. ഈ അള്ളാഹിനെ കാണണം. ദുനിയാവിലെ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ ഹറാമിനെ കാണാൻ പാടില്ല. ഈ അള്ളാഹുവിനെ നമ്മൾ കാണണമെങ്കിൽ എന്താണ്? ദുനിയാവിലെ കണ്ണുകൊണ്ട് ഹറാമിനെ കാണാൻ പാടില്ല. സ്വർഗം പരിശുദ്ധമാണ്. അള്ളാഹു പരിശുദ്ധനാണ്. പരിശുദ്ധിയുള്ള ആളുകളെ മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുള്ളൂ. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് മരണത്തിന് മുമ്പേ തയ്യാറാവണം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് മരണത്തിന് മുമ്പേ തയ്യാറാവണം. നമ്മളിന്നൊരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ മറന്നു കഴിഞ്ഞു. നബിതങ്ങളെ സുന്നത്തിനെ നമ്മൾ വിട്ടുകഴിഞ്ഞു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഒരാൾ ഇഖ്ലാസോട് കൂടി കലിമ പറഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എന്താണ് കലിമന്റെ ഇഖ്ലാസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കലിമ യാഥാർത്ഥ്യമായി എന്നുള്ളതിന്റെ അടയാളം എന്താ? ഉള്ളിലുള്ള കലിമ കൊണ്ട് അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും വിട്ടു നിൽക്കാൻ അയാൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്? അയാളുടെ ഹൃദയത്തിൽ കലിമ യാഥാർത്ഥ്യമായിട്ടില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, മോശത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, മോശത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ എന്താണ്? ഈ കുറ്റി അടിച്ചിട്ട് ആടിനെ കെട്ടാറുണ്ട് അല്ലേ? കുറ്റി അടിച്ചിട്ട് ആടിനെ കെട്ടാറ്. കുറ്റി ഉറച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആട് കുറ്റി പറിച്ചിട്ട് പോവും. ആരാന്റെ പറമ്പിൽ പോയിട്ട് എന്താ? അവിടുത്തെ തൈകൾ തൃശ്ശൂർ നിന്നൊക്കെ കൊടുത്ത മണ്ണുത്തി നിന്നൊക്കെ കൊടുത്ത ബോൺസായി സാധനങ്ങളൊക്കെ നല്ല വിലപിടിപ്പുള്ള അതൊക്കെ തിന്നു. അയൽവാസിനായിട്ട് എന്താവും? പ്രശ്നം ഉണ്ടാവും. അയാൾ പറയും, ആടിന് ശരിക്കും കെട്ടിക്കൂടെ, ഞാൻ വില കൊടുത്ത് കൊടുന്നാണ്, ഇതൊക്കെ എന്താണ്? ആട് തിന്ന് നശിപ്പിച്ചു എന്നറിയും. അപ്പൊ ആട് കുറ്റി പറിച്ചു പോകാനുള്ള കാരണം എന്താ? എന്താണ്? കുറ്റി ഉറച്ചിട്ടില്ല. കുറ്റി ഉറപ്പിക്കണ്ടേ? അപ്പൊ കുറ്റി ഉറപ്പിക്കും. എന്ത് ചെയ്യും? ഒരു കല്ലെടുത്ത് അടിക്കൂലേ? അടിച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി വെക്കും. ഇളകുന്നുണ്ടെങ്കിൽ ആടിനെ കിട്ടൂല. നമുക്കൊരു ഉറപ്പ് വരാണ്ട് എന്തിന്? ഈ കുറ്റി ആടിനെ കെട്ടിക്കഴിഞ്ഞാൽ ആടിഞ്ഞ് കുറ്റി പറിച്ച് പോകൂലെന്ന്. അങ്ങനെ കെട്ടുന്ന സമയത്തും നമ്മൾ എന്താണ്? ഒന്ന് പരിസരമൊക്കെ ഒന്ന് നിരീക്ഷണം നടത്തും. ഒന്ന് ചുരുക്കി കെട്ടും. അവിടെ ഒരു തൈയുണ്ട്, അങ്ങോട്ട് എത്തരുത്. ഇവിടെ തൈയുണ്ട്, അങ്ങോട്ട് എത്തരുത്. അവിടെ അപ്പുറത്തൊരു തൈയുണ്ട്, അങ്ങോട്ട് പോരുത്. ഇപ്പുറത്തെ തൈയുണ്ട്, അങ്ങോട്ട് പോരുത്.
അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആട് ഈ കുറ്റിക്ക് ചുറ്റും കിടന്നിട്ട് ഇങ്ങനെ കറങ്ങൂല. ആടിന് മംനുആയ അഥവാ ആടിന് ഹറാമായ ഏരിക്ക് എന്താവില്ല, ആട് പോവില്ല. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, മോശത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്തറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറ്റിയാണ്. ആ കുറ്റിമ നമ്മളെ ജീവിതത്തെ കെട്ടി. പക്ഷെ ആ കുറ്റി എന്നിട്ട് ആയിട്ടില്ല, ഉറച്ചിട്ടില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് കുറ്റി ഉറച്ച് പോകുന്നുണ്ട്. കുറ്റി ഉറപ്പിക്കണ്ടേ? ഉറപ്പിക്കണം. കുറ്റി ഉറച്ചിന്നുള്ളതിന്റെ അടയാളം എന്താണ്? ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനെന്താണ്, നമ്മൾ ദുനിയാവിന്റെ ചിന്ത ഹൃദയത്തിൽ നിന്ന് പോയി അള്ളാഹുവിന്റെ മഹത്വ ഹൃദയത്തിൽ കയറുമ്പോഴേ ഈ യക്കീൻ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ കേൾക്കിൻ, ഈമാനെ കുറിച്ച് പറയുന്ന മജ്ലിസുകൾ ധാരാളമായി നിങ്ങൾ ചിരിക്കിൻ, അള്ളാഹിന്റെ കുദരത്ത് കണ്ണുകൊണ്ട് കാണിൻ, സംസാരിക്കിൻ, ചിന്തിക്കിൻ. എന്നിട്ട് അള്ളാഹുവിന്റെ വളർമ്മ അജുല്ലാ യഫുർലക്കും, അള്ളാഹുവിന്റെ വളർമ്മ നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കിയിരിക്കും. എന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തിരും. സാധാരണ കുരങ്ങനെ പിടിക്കൽ എങ്ങനെ അറിയോ? ആനന്റെ പിടിക്കൽ വാരിക്കുഴി കുഴിച്ചിട്ടാണ്. കുരങ്ങനെ പിടിക്കൽ എങ്ങനെ? ഒരു ബോക്സ് കമഴ്ത്തി വെക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയ ദോരടും, ഒരു ഓൾസ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തിടും? കടലിടും. കുരങ്ങൻ ഈ ഓൾസിലൂടെ കൈ അകത്തേക്ക് ഇട്ട് കടലെടുക്കും. കടലെടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് കൈ പുറത്തേക്ക് കിട്ടൂല. എന്താ കാരണം? ഓൾസ് ചെറുതാണ്. കഷ്ടിച്ച് നമ്മൾ വളരുന്ന പോലെ കൈയിട്ട് കടലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മുഷ്ടി ചുരുട്ടിപ്പെട്ട അവസ്ഥയിൽ എന്താണ്, പുറത്തേക്ക് എടുക്കാൻ പറ്റൂല. കെണി വെച്ച ആള് ഈ രീതിയിൽ സംവിധാനിച്ച് വെച്ചിരിക്കണേ. കുരങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കടല ഉപേക്ഷിക്കണം. പക്ഷേ കുരങ്ങൻ കടല ഒഴിവാക്കൂല. ജീവൻ പോയാലും ശരി. ഈ കുരങ്ങന്റെ കയ്യിൽ കടല പിടിച്ച പോലെയാണ് നമ്മളിന്ന് ദുനിയാവിനെ പിടിച്ചിട്ടുണ്ടത്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ദുനിയാവ് വിടാൻ തയ്യാറല്ല, ദുനിയാവ് വിടാൻ ചെയ്യാറല്ല. കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവ് വേരോടിപ്പോയി. അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവ് വേരോടിപ്പോയി. ദഅവത്ത് മുഴുവനും ദുനിയാവുക്കാണ്. പക്ഷെ ദുനിയാവിന്റെ വസ്തുക്കൾ കാണുമ്പോൾ അതിന്റെ നിസ്സാരത ഹൃദയത്തിൽ വരണം. ദുനിയാവിലെ വസ്തുക്കൾക്ക് അടിസ്ഥാനം എന്താ? മണ്ണാണ്, അല്ലെ? എന്തോ ആയിക്കോട്ടെ, ദുനിയാവിലുള്ള എല്ലാ വസ്തുവിന്റെ അടിസ്ഥാനം എന്താണ്? മണ്ണാണ്. അത് ഇന്നലെ മണ്ണായിരുന്നു, ഇന്ന് മനുഷ്യൻ പരിശ്രമിച്ച് എന്തൊക്കെ രൂപത്തിലായി. നാളെ അതിന്റെ പര്യവസാനം എന്താ? അത് മണ്ണാവും. അത് ദുനിയാവിലെ എല്ലാ വസ്തുക്കളും ന്യൂനത ഉള്ളതാണ്. അപ്പൊ ദുനിയാവിന്റെ എന്ത് വസ്തു, അത് നല്ല വിലപിടിപ്പുള്ള കാറാവട്ടെ, മൊബൈൽ ഫോണാവട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവട്ടെ, എന്തോ ആവട്ടെ, അതിനെ കാണുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഇത് വഞ്ചനയാണ്. മത്തായിൽ ഉറൂർ, വഞ്ചനയുടെ ചരക്ക് അല്ലാഹ് പറഞ്ഞു. മത്തായിൽ ഉറൂർ, വഞ്ചനയുടെ ചരക്ക്. വഞ്ചന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കും, അതിന് വിരുദ്ധമായിട്ടുള്ളത് നമുക്ക് അതിന്ന് കിട്ടും, അല്ലേ? ഈ ദുനിയാവിനെ കുറിച്ച് സൃഷ്ടിച്ച അല്ലാഹ് സുബ്ഹാനഹു വ തആല മത്തായിൽ ഉറൂർ, വഞ്ചനയുടെ ചരക്കാണ്. വഞ്ചനയുടെ ചരക്ക്. അപ്പൊ ഈ ദുനിയാവിന്റെ നിസ്സാരത, അതിന്റെ നിന്യത നബി തങ്ങൾ ഓരോ സമയത്തും സഹാബാക്കൾ ഇത് പഠിപ്പിച്ചു. ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിൽ ദുനിയാവിലെ ഹൃദയത്തിൽ വലുതാകുന്ന സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുനിയാവിന്റെ നിസ്സാരത അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇന്നൊരു പരിശ്രമം നടക്കാത്തതിന്റെ പേരിൽ എന്താണ് നമുക്കിത് മനസ്സിലാവുന്നില്ല. ഒരു പരിശ്രമം നടക്കാത്തതിന്റെ പേരിൽ നമുക്ക് എന്താണില്ല, ഇത് മനസ്സിലാവുന്നില്ല. സഹോദരന്മാരെ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ടേമുകൾ പറയുന്നുണ്ട്. 4 ടേമുകൾ. ഒന്ന് ഇസ്സത്താണ്, 2 ദില്ലത്താണ്, 3 ഇഖ്തിലാഫാണ്, 4 ലഅനത്താണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചതോടെയാണ് കനാനിലാണ്. ജെറുസലേമിൽ നിന്ന് 30 മൈൽ അകലെ. യാക്കൂബ് നബിക്ക് 2 ഭാര്യമാരും ഒന്നിലധികം ഭാര്യമാരും 12 മക്കളുമാണ്. അതിൽ ഒരു ഉമ്മാക്കുണ്ടായ കുട്ടിയാണ് യൂസുഫ് നബിയും ബിന്യാമീനും. അതിൽ ഈ 2 ഇളയ മക്കളോട് യാക്കൂബ് നബിക്ക് കൂടുതൽ സ്നേഹമാണ്. നമുക്കറിയുന്ന സംഭവമാണ്. സ്വാഭാവികമായിട്ടും ജ്യേഷ്ഠന്മാർക്ക് അസൂയ ഉണ്ടായി. അങ്ങനെ യൂസുഫ് നബിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നമുക്കറിയാം, അവരെ കിണറ്റിലിട്ടു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടു. പിന്നെ കച്ചവട സംഘം അദ്ദേഹത്തെ എടുത്തു, ഈജിപ്തിൽ കൊണ്ടുപോയി അടിമക്കമ്പോളത്ത് വിറ്റു. അവസാനം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ, പിന്നെ ജയിലിലായി. ജയിലിൽ വെച്ചൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ 2 ജയിൽവാസികൾ സ്വപ്നം കണ്ടു. അതിന്റെ വ്യാഖ്യാനം രാജാവ് സ്വപ്നം കണ്ടു. അതിന്റെ വ്യാഖ്യാനം പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി രാജാവിന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ ഭക്ഷ്യമന്ത്രിയായി. യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കൂബ് നബിന്റെ വേറൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറയുന്നതാണ് യാക്കൂബ് നബിന്റെ മക്കളാണ്.
അഥവാ ഈ 12 മക്കളുണ്ടല്ലോ, അതിന് ഓരോ മക്കളുണ്ടായ പല തലമുറകളാണ് ബനു ഇസ്രായേൽ. അപ്പൊ ആ കുടുംബത്തിലുണ്ടായ അത് പിന്നെ പെരുകിയ അവരാണ് ആര്? ബനു ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം. അപ്പം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം, പിന്നെ ഇനി വരുന്ന വർഷങ്ങളിലുള്ള വിളവിനെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, പിന്നെ ക്ഷാമത്തിന്റെ ഒരു വർഷം വരും, ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ വന്നു. അങ്ങനെ യൂസുഫ് നബി അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അതിന്റെ പേരിൽ ഈജിപ്തിൽ 20% ബനു ഇസ്രായേലി, 80% കിപ്തികൾ അഥവാ ഫിറൗന്റെ ആൾക്കാരാണ്. പക്ഷേ എന്തുണ്ടായി? ഇത് ഈ രീതിയിൽ പരിഹരിച്ചതിന്റെ പേരിൽ ബനു ഇസ്രായേലിന് യൂസുഫ് നബിനോടും അദ്ദേഹത്തിന്റെ പിതാവ് മാതാവ് ആ കുടുംബത്തോടും അഥവാ ബനു ഇസ്രായേലിനോട് നല്ല ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. കാരണം എന്താണ്? ഒരു വലിയൊരു ഒരു കെടുതിന്ന് ഈജിപ്തിനെ രക്ഷിച്ചത് ഈ കുടുംബമാണ്. അതുകൊണ്ട് 80% ഭൂരിപക്ഷം അവരാണ്, ആര്? കിപ്തികളാണ്. എന്നിട്ടും അധികാരം ആരുടെ കയ്യിലായിരുന്നു? അള്ളാഹു അധികാരം കൊടുത്തത് ബനു ഇസ്രായേലിന്റെ കയ്യിലാണ്. കാരണം എന്താണ്? അവർ ഈമാനുള്ളവരാണ്, മുഅ്മിനീങ്ങളാണ്. അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം അവരെ കയ്യിൽ കൊടുത്തു. അങ്ങനെ യാക്കൂബ് നബി വഫാത്തായി. പിന്നെ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വഫാത്തായി പോയി. ഈമാന്റെ ഉയർന്ന അവസ്ഥയിൽ നിന്ന് ബനു ഇസ്രായേൽ സ്വാഭാവികമായിട്ട് എന്തായിട്ട് പുറകോട്ട് വന്നു അവർ ഈമാനില്ലാത്ത അവസ്ഥയിലെത്തി.